ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പപ്പായ വെച്ചിട്ടുള്ള ഒരു പപ്പായ തോരനാണ് ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ പപ്പായ വെച്ചിട്ട് നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കാൻ കുറച്ച് മടിയായിരിക്കും. ഇപ്പോൾ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചില മക്കൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ പപ്പായ. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ തോരൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ട് തന്നെ ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അത് കഴിക്കുമ്പോൾ ഇത് പപ്പായയാണെന്ന് അവർ അറിയില്ല. അത് കഴിക്കുന്ന സമയത്ത് പപ്പായൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. നമുക്കൊരു ക്യാബേജ് ഉപ്പേരിയൊക്കെ ആണെന്നേ അവർ കരുതുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഒത്തിരിയായിട്ട് ഇത് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പപ്പായ ഞാൻ എടുത്തിട്ടുണ്ട്, 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തും ഇതിന് ഓരോ പേരാണ്. അപ്പോൾ ഞങ്ങൾ ഓമക്ക എന്ന് പറയട്ടോ, ഓമക്ക എന്നൊക്കെ പറയും. കായ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, പല പേരുകളുണ്ട് ഇതിന് കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ഓമക്കായ എന്നതിന് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പപ്പായ നമുക്കിതാ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ഒന്ന് ചെത്തിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓമക്കായൊക്കെ കിട്ടുന്ന സമയത്ത് ഇപ്പം മിക്ക വീടുകളിലും ഉണ്ടാവാറുണ്ട് ഓമക്കായൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്ത് നോക്കണം കേട്ടോ. ഒത്തിരി ആയിട്ട് അവർക്ക് ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഓമക്കായ കഴിക്കാത്തവരാണെങ്കിൽ പോലും കഴിച്ചു പോകും. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തിയിട്ട് എടുക്കുക. അപ്പോൾ അത് 2 ഓമക്കായ ഞാൻ തൊലി ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ കുരു എല്ലാം ഒന്ന് കളയാം. അപ്പോൾ ഇത് ഒത്തിരി ഇങ്ങോട്ട് മൂത്തിട്ടുള്ളതല്ല കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ കണ്ടില്ല, വെള്ള കളറിലാണ്. എന്നാലും നമുക്ക് തോരനൊക്കെ വെക്കാനുള്ള പാകമായിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് മൂത്തിട്ടില്ല എന്നുള്ളൂ. ഒത്തിരി വലിപ്പമില്ലാത്തതുകൊണ്ട് തന്നെ തീരെ മൂക്കാത്തതും ചള്ളും അല്ല കേട്ടോ. നമുക്ക് തോരൻ ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2ലെയും കുരൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം, എന്നിട്ട് വേണം നമുക്കിത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ആ ഒരു ഓമക്കായ ഞാൻ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പീസാക്കി എടുക്കാം. അപ്പോൾ വലിയ പീസിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ചെയ്യുന്നത് ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് അതിലൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കാബേജൊക്കെ കൊത്തിയിരുന്നത് പോലെ പൊടിയായിട്ട് വേണമെങ്കിൽ കത്തി വെച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് സമയം നിൽക്കണം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് തീരുകയും ചെയ്യും കേട്ടോ നമുക്ക് ഒരു അരിഞ്ഞെടുക്കൽ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് വലിയ പീസായിട്ടും അല്ല, അതുപോലെ കുഞ്ഞു പൊടിയായിട്ടും അല്ല കേട്ടോ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പപ്പായ മുഴുവനായിട്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും പപ്പായ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാകുമ്പോൾ എളുപ്പത്തിൽ തന്നെ കഴിയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രത്തോളം നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എരിവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി, കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കേട്ടോ. അപ്പോൾ പപ്പായ ഗ്രേറ്റ് ചെയ്തത് നമുക്കൊരു കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് തട്ടി കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്, അതിൻ്റെ പേരിലാണ്. അപ്പോൾ മുഴുവനായിട്ട് പപ്പായ ഗ്രേറ്റ് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു 5 പച്ചമുളക് വേണം, അതുപോലെ തന്നെ ഒരു സവോളയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സവോള നിങ്ങൾക്ക് പൊടിയായിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുമല്ലോ, അങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിതാ ഒരു സവോളയുടെ പീസിനെ 3 ഭാഗമാക്കിയിട്ടാണ് കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് 3 ഭാഗമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒന്ന് വലിപ്പം കുറച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് കനം കുറച്ചിട്ട് ആ ഒരു സവോള മുഴുവനും ആ ഒരു പപ്പായക്ക് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം.
സവോള മുഴുവനും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് പൊടിയായിട്ട് അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ മക്കൾ കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു മുളക് എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റാൻ പറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് വേണം. അപ്പോൾ ഒരു അരമുറി തേങ്ങ മുഴുവനായിട്ടും എടുത്തിട്ടില്ല. ഒത്തിരി അങ്ങോട്ട് തേങ്ങ ചേർക്കണ്ട കേട്ടോ. ഒരുപാട് തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 നുള്ളൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്തു. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില ഞാനൊന്ന് പിച്ചി കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ആ തേങ്ങയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും മുളകും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ തന്നെ ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് കിട്ടിയിട്ടില്ല കേട്ടോ. അടുപ്പത്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നാടൻ റെസിപ്പിയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് താല്പര്യമുള്ളത് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ടായിരുന്നു. ആ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു ഇത്തിരി കറിവേപ്പില ചേർക്കാം. നമ്മൾ തിരുമ്മി വെച്ചതിലും കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് അതൊന്ന് ചൂടായി വന്ന സമയത്ത് നമ്മളുടെ ആ ഒരു തിരുമ്മി വെച്ചിട്ടുള്ള പപ്പായയുടെ കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മളിതിൽ വെള്ളം ഒന്നും ഒഴിക്കാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിമൊക്കെ ഒന്ന് നോക്കി ശ്രദ്ധിച്ചിട്ടൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു പപ്പായ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ എണ്ണയും കടുകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു തോരനിൽ നന്നായിട്ട് തന്നെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം തട്ടി പൊത്തിയിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. നല്ലോണം ഒന്ന് ആവി കയറിക്കോട്ടെ കേട്ടോ. നമ്മുടെ ആ ഒരു ഉപ്പേരിയിൽ നല്ലോണം ഒന്ന് ആവി കയറിക്കോട്ടെ. ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു തോരനിൽ കണ്ടോ നന്നായിട്ട് തന്നെ ഒന്ന് ആവി കയറി ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തുറക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുപ്പത്തൊക്കെ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ലോണം കനലുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചാൽ മതി. നിങ്ങൾ ഗ്യാസിലാണെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതി. ഞാൻ വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ 3-4 തവണ ഞാനിത് തുറന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞിയുടെ കൂടെ ആണെങ്കിലും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പം പപ്പായ കഴിക്കാത്ത മക്കളാണെങ്കിൽ പോലും ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. അവരത് പപ്പായാണെന്ന് അറിയാതെ തന്നെ അവർ കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്കും കൂടെ അടിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പി ഉണ്ട്, അതും കൂടെ കണ്ട് നോക്കിയൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാൻ മറക്കല്ലേ. നമ്മളുടെ ചാനലിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ തൊട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു പപ്പായ വെച്ചിട്ടുള്ള ഈ ഒരു തോരൻ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.